സ്വാമി അയ്യപ്പൻ്റെ അവതാര ഉദ്ദേശവും അയ്യപ്പസ്വാമിയുടെ ജീവിത കഥയുമാണ് 1, 2, 3 ഭാഗങ്ങളിൽ പറഞ്ഞത്. ഇന്ന് 4-ാം ഭാഗത്തെ കഥയിലേക്ക് കടക്കുകയാണ്. കാട്ടിൽ സ്വന്തം അമ്മയ്ക്ക് വേണ്ടി പുലിപ്പാൽ ശേഖരിക്കാനായി പോയ സമയത്ത് മഹിഷി നിഗ്രഹം നടത്തി ശിവഭഗവാനെ കണ്ടുമുട്ടിയ രംഗം വരെയാണ് നമ്മൾ 3-ാം പാർട്ടിൽ പ്രതിപാദിച്ചത്. ശിവഭഗവാൻ മണികണ്ഠനെ കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ ദിവ്യമായ ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് പൂർത്തിയായി കഴിഞ്ഞുവെന്നും ഇനി ഒരു കർത്തവ്യം കൂടി നിറവേറ്റാനുണ്ടെന്നും അറിയിച്ചു. മണികണ്ഠൻ്റെ ദുഃഖാർത്തനായ പിതാവിനെക്കുറിച്ചും രോഗബാധിതയായ മാതാവിനെക്കുറിച്ചും അദ്ദേഹം മഹാദേവനെ അറിയിക്കുകയും തുടർന്ന് പുലിപ്പാൽ ശേഖരണത്തിനായി ദേവേന്ദ്രൻ്റെ സഹായം മഹാദേവൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ദേവേന്ദ്രൻ പുലിയുടെ രൂപത്തിൽ മണികണ്ഠനോടൊപ്പം രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. മറ്റു ദേവന്മാർ ആൺപുലികളായും ദേവസ്ത്രീകൾ പെൺപുലികളായും അവരെ അനുഗമിച്ചു. മണികണ്ഠനൊപ്പം പുലികളും വരുന്നത് കണ്ട് ഭയന്ന പന്തളവാസികൾ ഓടിച്ചെന്ന് വീടുകളിൽ ഒളിച്ചു. പെട്ടെന്ന് അത്ഭുത സ്തബ്ധനായി നിന്ന ചക്രവർത്തിയുടെ മുന്നിൽ പണ്ട് കാട്ടിൽ വെച്ച് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ശങ്കിച്ചു നിന്ന സമയത്ത് പ്രത്യക്ഷപ്പെട്ട ഉപദേശങ്ങൾ നൽകിയ അതേ സന്യാസി ആഗതനായി മണികണ്ഠൻ്റെ പൊരുൾ വെളിപ്പെടുത്തി. മണികണ്ഠൻ പുലികളോടൊപ്പം കൊട്ടാരത്തിൻ്റെ കവാടത്തോട് അടുക്കാൻ തുടങ്ങിയപ്പോൾ രാജാവിൽ മൗനവും വിഷാദവും നിറഞ്ഞു. പുലിപ്പുറത്തു നിന്ന് ഇറങ്ങിയ കുട്ടി ചക്രവർത്തിയോട് പറഞ്ഞു, ഈറ്റപ്പുലിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എത്രയും വേഗം പാൽ ശേഖരിച്ച് അമ്മയുടെ അത്ഭുത രോഗത്തിന് ശമനം വരുത്തുക. അധിക നേരം പിടിച്ചു നിൽക്കാനാകാതെ രാജശേഖരൻ ബാലന്റെ പാദങ്ങളിൽ വീണ് മാപ്പിരുന്നു. ഒടുവിൽ രാജ്ഞിയുടെ കപട നാടകം പുറത്തായ നിമിഷം മണികണ്ഠൻ വനത്തിലേക്ക് യാത്രയായി. കാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ മണികണ്ഠന് 12 വയസ്സായിരുന്നു. തൻ്റെ മകൻ നാടുവിട്ട് കാട്ടിൽ പോകാൻ കാരണക്കാരനായ ദിവാനെ ശിക്ഷിക്കാൻ രാജശേഖര രാജാവ് തീരുമാനിച്ചു. എന്നാൽ എല്ലാം ദൈവഹിതം അനുസരിച്ച് സംഭവിച്ചതാണെന്നും സംയമനം പാലിക്കണമെന്നും മണികണ്ഠൻ ഉപദേശിച്ചു. തൻ്റെ അവതാരോദ്ദേശങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞതിനാൽ താൻ ദേവലോകത്തേക്ക് മടങ്ങുകയാണെന്നും പിതാവിനെ മണികണ്ഠൻ അറിയിച്ചു. തന്നോട് പുലർത്തിയ ഭക്തിവിശ്വാസങ്ങളിൽ തനിക്ക് സന്തുഷ്ടിയുണ്ടെന്നും അതിനുള്ള പ്രതിഫലം എന്ന നിലയിൽ രാജാവിന് ഇഷ്ടപ്പെട്ട ഒരു വരം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും കുട്ടി അദ്ദേഹത്തെ ഉണർത്തിച്ചു. മണികണ്ഠൻ്റെ സ്മരണയ്ക്കായി ഒരു ക്ഷേത്രം പണിയാൻ ആഗ്രഹമുണ്ടെന്നും അതിലേക്ക് പറ്റിയ സ്ഥാനം കാണിച്ചു കൊടുക്കണമെന്നും തൽക്ഷണം രാജാവായ രാജശേഖരൻ അപേക്ഷിച്ചു. മണികണ്ഠൻ ഒരു അമ്പ് എയ്യുകയും അത് ശ്രീരാമന്റെ കാലത്ത് ശബരി എന്നു പേരായ സന്യാസി തപസ് അനുഷ്ഠിച്ച ശബരി എന്ന സ്ഥലത്ത് പതിക്കുകയും ചെയ്തു. ആ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ നിർദ്ദേശിച്ച ശേഷം മണികണ്ഠസ്വാമി അപ്രത്യക്ഷനായി. പിന്നീട് അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം രാജശേഖരൻ ശബരിമലയിൽ ക്ഷേത്രത്തിനുള്ള തറക്കല്ലിട്ടു. ശബരിമല ക്ഷേത്രത്തിൻ്റെ മറ്റു വിശേഷങ്ങളെപ്പറ്റി അടുത്ത അധ്യായത്തിൽ പ്രതിപാദിക്കുന്നതാണ്. താങ്ക് യു.